തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രമുഖരെ കളത്തിലിറക്കി BJP. മുൻ DGP R. ശ്രീലേഖയും പത്മിനി തോമസും ഉൾപ്പെട്ട ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് BDJSന്റെ തീരുമാനം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 67 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഒന്നാം ഘട്ടത്തിൽ BJP പ്രഖ്യാപിച്ചത്. മുൻ DGP R. ശ്രീലേഖ ശാസ്തമംഗലത്ത് ജനവിധി തേടും. പത്മിനി തോമസും തമ്പാനൂർ സതീഷും BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു. ശാസ്തമംഗലം R. ശ്രീലേഖ, കൊടുങ്ങന്നൂർ VV രാജേഷ്, പാളയം പത്മിനി തോമസ്, തമ്പാനൂർ സതീഷ്, പേട്ട P. അശോക് കുമാർജി, നേമം MR ഗോപൻ, കരമന അജിത്, കരുമം ആശാനാഥ് GS. കവടിയാറിൽ ശബരിനാഥന് എതിരെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന VV രാജേഷ് കൊടുങ്ങാനൂരിൽ മത്സരിക്കും. എല്ലാ വാർഡും ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്. പൂജപ്പുര വാർഡ് വനിതാ വാർഡായി. എന്തായാലും തിരുവനന്തപുരത്ത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെത്തും. സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് BDJS തീരുമാനം. BJP ജില്ലാ നേതൃത്വം മുന്നണി മര്യാദ പാലിച്ചില്ലെന്ന് BDJS ജില്ലാ പ്രസിഡന്റ് D. പ്രേംരാജ് 24നോട് പറഞ്ഞു. ഈ ഒരു മുന്നണി സംവിധാനം എന്ന് പറയുമ്പോൾ തുല്യ പ്രാധാന്യം കൊടുക്കണം. ഒരു മുന്നണി സംവിധാനത്തിന്റെ ഒരു മര്യാദ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കാം. പക്ഷേ എന്തുകൊണ്ട് ഒരാളാണെങ്കിൽ അവർ മുന്നണി സ്വീകരിച്ചു, അല്ലെങ്കിൽ സ്വീകരിക്കരുത്. കവടിയാറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. സിറ്റിംഗ് കൗൺസിലർമാരിൽ ഭൂരിഭാഗവും മത്സരരംഗത്തുണ്ട്. MR ഗോപൻ നേമത്തും കരമന അജിത് കരമനയിലും ജനവിധി തേടും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.